നമസ്കാരം. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ തകർന്ന രാഹുൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ അതിഗൂഢമായ ലക്ഷ്യങ്ങൾ വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആർക്കും നൽകാൻ സാധിക്കാത്തത്ര വാഗ്ദാനങ്ങൾ വാരി വിതറിയ രാഹുലിന്റെ പ്രവൃത്തികൾ ദുരൂഹമായിരുന്നു. രാജ്യത്തിലെ ഓരോ വനിതയ്ക്കും വർഷം തോറും 1 ലക്ഷം രൂപ സൗജന്യമെന്ന കള്ള വാഗ്ദാനം നൽകി പാവപ്പെട്ടവന്റെ കഷ്ടത മുതലെടുത്ത രാഹുൽ പഠിച്ച പണി 18 പയറ്റിയിട്ടും ജനങ്ങൾ പടിയടച്ച് പിണ്ടം വച്ചു. ജനവിധി തീർത്തും എതിരായിട്ടും തീരാത്ത ചുരുക്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ EVM തട്ടിപ്പ് എന്ന നിരന്തരമായ കള്ള ആരോപണങ്ങൾ നിരത്തിയ തലതെറിച്ച രാഷ്ട്രീയക്കാരന്റെ വാദങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോലും രക്ഷയില്ലാതെയായി. ഇപ്പോൾ രാഹുൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെതിരെ വോട്ട് തട്ടിപ്പ് എന്ന കപട ആരോപണവുമായി ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് സോണിയ കുടുംബത്തിന്റെ ആവശ്യം? 2024 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഒരുപക്ഷെ കരുതിയത് 2 കൂട്ടർ മാത്രമാണ്. ഒന്ന് നെഹ്റു ഫാമിലി, 2 അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്ക് അതീതമായി അണിയറയിൽ മെനഞ്ഞ ഗൂഢതന്ത്രങ്ങൾ നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല അന്ന് ഒളിപ്പോര് നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക്. തിരഞ്ഞെടുപ്പിന് ശേഷം അതെല്ലാം നിഷ്ഫലമായി എന്ന് മനസ്സിലാക്കി അക്കൂട്ടർ ഇപ്പോൾ മോദിയെ അട്ടിമറിക്കുവാൻ നിരവധി തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നു. മോദിയെ മാറ്റി ഒരു പാവയെ സർക്കാരിന്റെ തലപ്പത്ത് എത്തിച്ചാൽ തങ്ങളുടെ പരിചാരകരായി പണ്ടത്തെ പോലെ നിന്നുകൊള്ളുമെന്ന് അമേരിക്കക്കാരും കരുതുന്നു. മോദി അപകടകാരിയാണെന്നും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് നീങ്ങുകയില്ല എന്നും അമേരിക്കയ്ക്ക് നന്നായി ഇപ്പോൾ ബോധ്യമായി. മോദിയുടെ താളം തെറ്റിക്കാൻ അവർ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ആശയക്കുഴപ്പമുണ്ടാക്കി നേട്ടമുണ്ടാകാൻ ശ്രമിച്ച ട്രംപിനെ ഇന്ത്യ പൂർണ്ണമായും തഴഞ്ഞതും ലോകരാഷ്ട്രങ്ങളിൽ ചർച്ചാ വിഷയമായി. പാകിസ്ഥാന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ കനത്ത മിസൈൽ ആക്രമണം ഒരുപക്ഷെ ബാധിച്ചിട്ടുണ്ടാകുക പാകിസ്ഥാനിലുള്ള അമേരിക്കയുടെ ഒളിത്താവളങ്ങളെയാകും. ഇതിന്റെയൊക്കെ വാശിയിലാണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ട്രംപ് വിളിച്ചിട്ടും മോദിക്കെതിരെ അദ്ദേഹം കരുക്കൾ നീക്കി തുടങ്ങിയത്. ലോകത്തിലെ മറ്റേത് രാജ്യത്തിനും ചുമത്താത്തത്ര താരിഫുകൾ ഇപ്പോൾ ഇന്ത്യക്കെതിരെ US ചുമത്തുന്നുണ്ട്. ഭീകര രാഷ്ട്രമായ പാകിസ്ഥാന്റെ എണ്ണം പറഞ്ഞ തീവ്രവാദിയും സൈനിക തലവനുമായ അസീം മുനീറിനെ മടിയിലിരുത്തി ഡൊണാൾഡ് ട്രംപ് താലോലിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിസ്സഹായത പ്രകടമാണ്. ഏത് വമ്പനായാലും അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരുന്നാൽ ഡീപ് സ്റ്റേറ്റ് എന്ന ഗൂഢസംഘത്തിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് കളിക്കേണ്ട ഗതികേടിലാണ്. രാഹുൽ എന്ന കുബുദ്ധി രാഷ്ട്രീയക്കാരൻ ഈ ഗവൺമെന്റിനെതിരെ സമരാഭാസം എന്ന പേരിൽ കലാപക്കൊടി ഉയർത്തുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, ഒരു വർഷത്തിനു മുമ്പ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഈ തരത്തിൽ ബംഗ്ലാദേശിൽ നടത്തിയ കലാപ ആഹ്വാനത്തെയും വിജയകരമായി പരീക്ഷിച്ച അട്ടിമറിയെയും അതിന് രഹസ്യമായി പദ്ധതിയൊരുക്കിയ അമേരിക്കൻ ലോബികളെയുമാണ്. തികച്ചും ശാന്തമായിരുന്ന ബംഗ്ലാദേശ് എന്ന രാജ്യത്തിലെ നിസാര പ്രശ്നങ്ങൾ ഉയർത്തി പൂർണ്ണമായും അസ്ഥിരമാക്കി വിദ്യാർത്ഥി സമരം തുടങ്ങിയപ്പോൾ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ കടുത്ത അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും ആ രാജ്യത്തെ വലിച്ചിഴിച്ചതും ഈ ഡീപ് സ്റ്റേറ്റ് എന്ന കറുത്ത അമേരിക്കൻ കരങ്ങളാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പരിപോഷിപ്പിക്കുകയും ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ ഇന്ത്യയെ പുറത്തുനിന്ന് അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം രാഷ്ട്രീയപരമായി കോൺഗ്രസ് എന്ന കള്ള നാണയത്തെ വെച്ച് ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിച്ച് ഗവൺമെന്റിനെ പുറത്താക്കുക എന്ന ഒരു തന്ത്രം കൂടി അമേരിക്കയുടെ പദ്ധതികളിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. കർണാടകയിൽ രാഹുൽ നടത്തിയ വോട്ട് ചോരി നാടകത്തിലെ ഓരോ കള്ളക്കളികളും ഇലക്ഷൻ കമ്മീഷനും BJPയും തകർത്തപ്പോൾ കർണാടകത്തിൽ നിന്നും ഓടിയ രാഹുൽ ബീഹാറിൽ അടുത്ത ആരോപണവുമായി ഇറങ്ങി. വോട്ടേഴ്സ് ലിസ്റ്റ് എൻട്രി ലെവൽ ഓഫീസേഴ്സ് വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നുവെന്നും തിരഞ്ഞെടുപ്പ് തട്ടിപ്പും പ്രഹസനവുമാണ് എന്നും വരുത്തി തീർത്തുകൊണ്ട് വലിയ കലാപങ്ങളും തെരുവ് സമരങ്ങളും അഴിച്ചുവിടുവാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത് എണ്ണം പറഞ്ഞ വിദഗ്ധരായ ഗൂഢശക്തികൾ തന്നെയാണെന്ന് ആരോപണങ്ങളുടെ രീതി സൂചിപ്പിക്കുന്നു. ഇന്ത്യ വിരുദ്ധ മനോഭാവവും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളും രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥിതി കടുത്ത തകരാറിലാണ് എന്ന് വ്യാജമായി സൃഷ്ടിക്കുവാനുള്ള പങ്കപ്പാടിലാണ്. അതികാലക്കൊതി മൂത്ത് ഭ്രാന്തായ നെഹ്റു കുടുംബത്തിന്റെ അവസാനത്തെ കളിയാണ് ഇത് എന്ന് വ്യക്തമാണ്. പൗരത്വ ഭേദഗതി ബില്ലിന് എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയ
കോൺഗ്രസ് എന്ന രാഷ്ട്രീയ വഞ്ചകർ പിന്നീട് പ്രോത്സാഹിപ്പിച്ചത് വ്യാജ കർഷക സമരത്തെയാണ്. കർഷക സമരത്തിന്റെ മറവിൽ ഖാലിസ്ഥാൻ അനുകൂലികളുടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളികളും രാജ്യം കണ്ടതാണ്. പക്ഷേ കോൺഗ്രസും രാഹുൽ എന്ന ഇറ്റാലിയൻ ബ്രീഡും ഓർക്കേണ്ടത് ഒരു സുപ്രധാനമായ കാര്യമാണ്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പുറകിൽ മാതൃസംഘടനയായ RSS ഉണ്ട് എന്ന കാര്യം. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനേക്കാൾ, അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയായ CIA തന്ത്രങ്ങളെക്കാൾ സംഘടനാപരമായും ബൗദ്ധികപരമായും പ്രാഗൽഭ്യമുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രബല സംഘടന നിശബ്ദ സേവനത്തിൽ ഇവിടെയുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് ബംഗ്ലാദേശിലെ പോലെ ചുമ്മാ അങ്ങ് അട്ടിമറിച്ചു കളയാം എന്ന വ്യാമോഹം രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ വച്ചു പുലർത്തരുത്.